നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരായ ഭാരതം എന്ന പഴയ ചിത്രത്തെ പൂർണ്ണമായി തിരുത്തിക്കൊണ്ട് ആഗോള പ്രതിരോധ വിപണിയിലെ കരുത്തുറ്റ ആയുധദാതാക്കളായി ഭാരതം തല ഉയർത്തി നിൽക്കുന്ന സുപ്രധാന നിമിഷത്തിനാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ഭാരതം നിർമ്മിച്ച ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ മധ്യേഷ്യൻ രാജ്യങ്ങളായ തജിക്കിസ്ഥാനും തുർക്ക്മെനിസ്ഥാനും വിജയകരമായി കയറ്റുമതി ചെയ്തിരിക്കുന്നു എന്ന അഭിമാന വാർത്ത ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ വിളംബരമാണ്. DRDO മുൻ മേധാവി ഡോക്ടർ സമീർ വി കാമത്ത് സ്ഥിരീകരിച്ച ഈ സുപ്രധാന കാൽവെപ്പ് ഭാരതത്തിൻ്റെ പ്രതിരോധ കയറ്റുമതി ചരിത്രത്തിലെ പുതിയൊരു സുവർണ അധ്യായത്തിനാണ് തുടക്കമിടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെയോ റഷ്യയുടെയോ ആയുധ മേധാവിത്വത്തിന് മുന്നിൽ തല കുനിക്കാതെ സ്വന്തം മണ്ണിൽ വിരിഞ്ഞ സാങ്കേതികവിദ്യ ലോക രാജ്യങ്ങൾക്ക് സുരക്ഷയേകാൻ പാകത്തിൽ വളർന്നു പന്തലിച്ചു എന്ന യാഥാർത്ഥ്യം ഓരോ ഭാരതീയനിലും അഭിമാനത്തിൻ്റെ കൊടുമുടി തീർക്കുകയാണ്. ആഗോളതലത്തിൽ ഭാരതത്തിൻ്റെ സൈനികവും സാങ്കേതികവുമായ മേധാവിത്വം അംഗീകരിക്കപ്പെടുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഈ നേട്ടം മാറിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ ആയുധ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ പ്രതീകമായ ആകാശ് മിസൈൽ സംവിധാനം ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള അത്യാധുനികമായ ഒന്നാണ്. ഇടത്തരം പരിധിയിലുള്ള ഉപരിതല വ്യോമ മിസൈൽ സംവിധാനമായ ആകാശിന് ശത്രു യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ നിഷ്പ്രയാസം തകർക്കാൻ സാധിക്കും. ഏതാണ്ട് 25 കിലോമീറ്റർ പരിധിയിലുള്ള ശത്രു ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ സംവിധാനത്തിന് ഒരേ സമയം ഒന്നിലധികം ആകാശ ഭീഷണികളെ നേരിടാനും പ്രതിരോധിക്കാനും കഴിയും. പൂർണ്ണമായും തദ്ദേശീയമായ രൂപകൽപ്പനയും വികസനവും ഉറപ്പുവരുത്തിയ ഈ മിസൈൽ ലോകവിപണിയിൽ ലഭ്യമായ മറ്റ് ആയുധങ്ങളെക്കാൾ ചിലവ് കുറഞ്ഞതും എന്നാൽ അതീവ കാര്യക്ഷമവുമാണ്. ഇത്തരം സവിശേഷതകളാണ് വലിയ വിദേശ രാജ്യങ്ങളെപ്പോലും ആകാശ് മിസൈൽ സ്വന്തമാക്കാൻ പ്രേരിപ്പിക്കുന്നത്. മറ്റ് ആയുധ വിതരണക്കാരെ അന്ധമായി ആശ്രയിക്കാതെ സ്വന്തം ആകാശ അതിർത്തികൾ സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് ഏറ്റവും മികച്ച ചോയ്സായി ഇന്ന് ഇന്ത്യൻ നിർമ്മിത ആകാശ് മിസൈലുകൾ മാറിയിരിക്കുന്നു. റഷ്യയുടെ കടുത്ത സ്വാധീന വലയത്തിലുള്ള തജിക്കിസ്ഥാനിലേക്കും തുർക്ക്മെനിസ്ഥാനിലേക്കുമുള്ള ഇന്ത്യയുടെ ആകാശ് മിസൈൽ കയറ്റുമതി കേവലം ഒരു ആയുധ കച്ചവടമല്ല, മറിച്ച് വലിയ ഭൗമരാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. ചരിത്രപരമായി റഷ്യൻ പ്രതിരോധ ഉപകരണങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന മധ്യേഷ്യൻ മേഖലയിൽ ഇന്ത്യ സ്വന്തം സാന്നിധ്യം ഉറപ്പിക്കുന്നത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള നിരന്തരമായ സുരക്ഷാ ഭീഷണികൾ നേടുന്ന തജിക്കിസ്ഥാന് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാസ്പിയൻ കടലിൻ്റെ തന്ത്രപ്രധാനമായ തീരത്തുള്ള തുർക്ക്മെനിസ്ഥാനും ആധുനിക വ്യോമ ഭീഷണികളെ നേരിടാൻ തക്കവണ്ണം ശക്തമായൊരു പ്രതിരോധ കവചം ആഗ്രഹിച്ചിരുന്നു. ഈ രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ സൈനിക വിതരണ ശൃംഖല വൈവിധ്യവൽക്കരിക്കാൻ ഇന്ത്യയുടെ ആകാശ് മിസൈലുകളെ തിരഞ്ഞെടുത്തത് ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിലുള്ള അവരുടെ അചഞ്ചലമായ വിശ്വാസമാണ് വ്യക്തമാക്കുന്നത്. മധ്യേഷ്യൻ മേഖലയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഇന്ത്യ വലിയൊരു പങ്കാളിയായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മേഖല മുൻപെങ്ങുമില്ലാത്ത വിധം വലിയ വളർച്ചയ്ക്കാണ് നിലവിൽ സാക്ഷ്യം വഹിക്കുന്നത്. 2 വർഷം മുൻപത്തെ കണക്കുകൾ പരിശോധിച്ചാൽ പോലും പ്രതിരോധ കയറ്റുമതി 38,000 കോടി രൂപയിലധികം കവിഞ്ഞ് റെക്കോർഡ് നേട്ടത്തിലെത്തിയിരിക്കുന്നു. ആകാശ് മിസൈലുകൾക്ക് പുറമെ ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ, അസ്ത്ര വ്യോമ മിസൈലുകൾ എന്നിവയും വിദേശ വിപണിയിൽ വലിയ പ്രിയമുള്ള ആയുധങ്ങളായി മാറിയിട്ടുണ്ട്. അർമേനിയ ഇതിനകം തന്നെ ഇന്ത്യയിൽ നിന്നും ആകാശ് 1S മിസൈൽ സംവിധാനങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു. കൂടാതെ ആഫ്രിക്കൻ, തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുമായി ആകാശിൻ്റെ പുതിയ പതിപ്പായ ആകാശ് NG വിതരണം ചെയ്യുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും DRDOയും ചേർന്നൊരുക്കിയ ഈ മിസൈൽ പ്രതിരോധ രംഗത്ത് ഭാരതം കൈവരിച്ച സ്വയം പര്യാപ്തതയുടെ മകുടോദാഹരണമാണ്. 2 വർഷത്തിനകം പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയിൽ എത്തിക്കാനാണ് ഭാരതം ലക്ഷ്യമിടുന്നത്. ഡ്രോണുകളും കുറഞ്ഞ ചെലവിലുള്ള അത്യാധുനിക ആയുധങ്ങളും നിറഞ്ഞ പുതിയ കാലത്തെ യുദ്ധമുറകളിൽ ആകാശിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത് വരും നാളുകളിൽ ഇന്ത്യയെ ലോകത്തിൻ്റെ വിശ്വസ്തനായ സുരക്ഷാ പങ്കാളിയാക്കി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോകത്തിൻ്റെ ആയുധ വിപണിയിൽ ഇന്ത്യ സ്വന്തം മേൽക്കോയ്മ സ്ഥാപിക്കുന്നത് ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിക്കുന്നത് ഭാരതത്തിൻ്റെ പരമ്പരാഗത ശത്രുക്കളായ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും താൽപ്പര്യങ്ങൾക്കാണ്. തങ്ങളുടെ അയൽപ്പക്കത്തും തന്ത്രപ്രധാന മധ്യേഷ്യൻ മേഖലയിലും ഭാരതം ഒരു വലിയ ആയുധദാതാവായി മാറുന്നത് ചൈനയുടെ പ്രാദേശിക മേധാവിത്വ മുഖങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ്.
പാകിസ്ഥാനാകട്ടെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഈ നയതന്ത്ര സൈനിക വിജയങ്ങൾക്ക് മുന്നിൽ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന അവസ്ഥയിലാണ്. തങ്ങൾക്കെതിരെ ഒരു പുതിയ പ്രതിരോധ വലയം ഇന്ത്യ തീർക്കുകയാണോ എന്ന ഭയം ചൈന പാക് അച്ചുതണ്ടിനെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്നുമുണ്ട്. ലോകവേദിയിൽ ഭാരതത്തിൻ്റെ പ്രതിരോധ സ്വയം പര്യാപ്തതയും ആയുധ കച്ചവടവും വളരുമ്പോൾ അത് ഈ രണ്ട് അയൽരാജ്യങ്ങളുടെയും തന്ത്രപരമായ നീക്കങ്ങളെ എങ്ങനെ നിഷ്പ്രഭമാക്കുന്നു എന്നത് പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മധ്യേഷ്യൻ രാജ്യങ്ങൾ ചരിത്രപരമായി റഷ്യയുടെ സ്വാധീനത്തിലായിരുന്നു എങ്കിലും സമീപകാലത്തായി സാമ്പത്തിക സ്രോതസ്സുകൾ ഉപയോഗിച്ച് ഈ മേഖലയെ തങ്ങളുടെ വരുതിയിലാക്കാൻ ചൈന കഠിനമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ സ്വപ്ന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വിജയകരമാക്കാൻ മധ്യേഷ്യയെ ചൈനീസ് ആയുധങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഒരു വലിയൊരു വിപണിയാക്കി മാറ്റുക എന്നതായിരുന്നു ബെയ്ജിങ്ങിൻ്റെ ലക്ഷ്യം. എന്നാൽ തജിക്കിസ്ഥാനും തുർക്ക്മെനിസ്ഥാനും തങ്ങളുടെ വ്യോമ പ്രതിരോധത്തിനായി ചൈനീസ് മിസൈലുകൾക്ക് പകരം ഇന്ത്യൻ നിർമ്മിത ആകാശ് മിസൈലുകൾ തിരഞ്ഞെടുത്തത് ചൈനയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. ചൈനീസ് ആയുധങ്ങളുടെ ഗുണനിലവാരമില്ലായ്മയും അത് വാങ്ങുന്ന രാജ്യങ്ങൾ കടക്കണിയിലാകുമെന്ന ഭയവും മധ്യേഷ്യൻ രാജ്യങ്ങളെ ഭാരതത്തിലേക്ക് അടുപ്പിച്ചു. തങ്ങളുടെ അതിർത്തികൾക്കുമപ്പുറം ഇന്ത്യ സ്വാധീനം ഉറപ്പിക്കുന്നത് ചൈനയെ തന്ത്രപരമായി പ്രതിരോധത്തിലാക്കുന്നു. ഇന്ത്യയെ തെക്ക് കിഴക്കൻ ഏഷ്യയിലും സമുദ്രമേഖലയിലും തളച്ചിടാമെന്ന ചൈനയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ചൈനയുടെ പടിഞ്ഞാറൻ അതിർത്തിയോട് ചേർന്നുള്ള രാജ്യങ്ങളിൽ ഭാരതം സൈനിക സ്വാധീനം ചെലുത്തുന്നത് ബെയ്ജിങ്ങിൻ്റെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ്. ഭാരതത്തിൻ്റെ ഈ വമ്പൻ ആയുധ കയറ്റുമതി പാകിസ്ഥാന് നൽകുന്ന ആഘാതം വളരെ വലുതാണ്. സാമ്പത്തിക തകർച്ചയിലായ പാകിസ്ഥാൻ ആഗോളതലത്തിൽ ഭീകരവാദത്തിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭാരതം ലോകരാജ്യങ്ങൾക്ക് സുരക്ഷയേകുന്ന ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന വലിയൊരു ശക്തിയായി മാറിയിരിക്കുന്നു. ഇസ്ലാമിക രാജ്യങ്ങളായ തജിക്കിസ്ഥാനും തുർക്ക്മെനിസ്ഥാനും ഇന്ത്യയുമായി പ്രതിരോധ കരാറുകളിൽ ഏർപ്പെടുന്നത് പാകിസ്ഥാൻ്റെ കശ്മീർ നയതന്ത്രത്തിനും വലിയ തിരിച്ചടിയാണ്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ തിരിക്കാമെന്ന പാകിസ്ഥാൻ്റെ വ്യാമോഹങ്ങൾക്കാണ് ഇവിടെ അന്ത്യം കുറിക്കുന്നത്. കൂടാതെ മധ്യേഷ്യൻ മേഖലയിൽ ഇന്ത്യ ശക്തമായ സാന്നിധ്യമാകുന്നതോടെ പാകിസ്ഥാന് തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തിയിലെ തന്ത്രപരമായ മേൽക്കൈ നഷ്ടപ്പെടും. ചൈനയുടെ സാമ്പത്തിക സഹായത്തോടെ മാത്രം ആയുധങ്ങൾ വാങ്ങുന്ന പാകിസ്ഥാന് സ്വന്തം സാങ്കേതിക വിദ്യയിൽ ആയുധങ്ങൾ വിൽക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക സൈനിക ശേഷിയോട് ഒരു തരത്തിലും മത്സരിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം അവരെ കൂടുതൽ നിരാശരാക്കുന്നു. ചൈന പാക് അച്ചുതണ്ടിനെതിരെയുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധ വലയം വരും നാളുകളിൽ ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഇന്ത്യക്കെതിരെ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ ഈ പുതിയ നയതന്ത്ര വിജയം ഇന്ത്യയെ സഹായിക്കും. ഈ രാജ്യങ്ങളും ചേർന്ന് ഇന്ത്യയെ വളയാൻ ശ്രമിക്കുന്ന സ്ട്രിംഗ് ഓഫ് പേൾസ് നയത്തിന് മറുപടിയായി ഇന്ത്യ നടത്തുന്ന തന്ത്രപരമായ നീക്കമാണിത്. ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങുന്ന മധ്യേഷ്യൻ രാജ്യങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കായി ഭാവിയിലും ഇന്ത്യയെ ആശ്രയിക്കാൻ നിർബന്ധിതരാകും. ഇത് ഈ മേഖലയിലെ ചൈനീസ് കടന്നുകയറ്റത്തെ തടയാൻ ഇന്ത്യക്ക് വലിയൊരു ആയുധമാകും. പാകിസ്ഥാനും ചൈനയും എത്രയൊക്കെ തടയാൻ ശ്രമിച്ചാലും ഭാരതത്തിൻ്റെ ആത്മനിർഭർ ഭാരത് നയത്തിലൂടെയുള്ള ആയുധ നിർമ്മാണവും അതിൻ്റെ ആഗോള വ്യാപനവും തടയാൻ അവർക്കാവില്ല എന്ന് ഈ മിസൈൽ കരാർ തെളിയിക്കുന്നു. ചുരുക്കത്തിൽ ആകാശ് മിസൈലുകളുടെ ഈ വിദേശ പ്രയാണം ചൈനയുടെ സാമ്രാജ്യത്വ മോഹങ്ങൾക്കും പാകിസ്ഥാൻ്റെ ഭാരതവിരുദ്ധ തന്ത്രങ്ങൾക്കും മുകളിൽ ഭാരതം തീർത്ത ശക്തമായൊരു പ്രതിരോധ കവചം തന്നെയാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.